നമസ്കാരം. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായ ഭാരതമല്ല ഇപ്പോഴത്തെ ഭാരതം. വലിയ രീതിയിൽ ഓരോ മാറ്റം വന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വെറും വാഗ്ദാനം മാത്രം നൽകുന്ന ഒരു പാർട്ടിയല്ല നരേന്ദ്രമോദിയുടെ BJP. കൃത്യമായ ലക്ഷ്യത്തോടെ രാജ്യം ഭരിച്ചതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് പല മേഖലകളിലും മികച്ച സ്ഥാനങ്ങളിൽ ഉയർന്നു നിൽക്കുന്നത്. നിലവിൽ മോദി സർക്കാർ ഒരു കാര്യം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുക തന്നെ ചെയ്യും, അത് വൈകിയാണെങ്കിൽ പോലും. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണെന്നാൽ രാജ്യം മാവോയിസ്റ്റ് മുക്തമാക്കുമെന്നാണ്. മാർച്ച് 31 രാജ്യം മാവോയിസ്റ്റ് മുക്തമാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. നിലവിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളിൽ ഒന്നായ നക്സലിസത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. മാർച്ച് 31 മുമ്പ് ഭാരതം നക്സൽ മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടതും അതാണ് പ്രഖ്യാപിച്ചതും. മാർച്ച് 30 ലോകസഭയെ അഭിസംബോധന ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സർക്കാർ ആ ലക്ഷ്യം കണ്ടതായാണ് അറിയിച്ചത്. പറഞ്ഞത് നടപ്പാക്കുന്ന NDA ശൈലിയുടെ ഏറ്റവും പുതിയതും ശക്തവുമായ ഒരു ഉദാഹരണം. സമൂഹത്തിൽ ക്യാൻസർ പോലെ പടർന്ന ഈ ദേശദ്രോഹ പ്രസ്ഥാനത്തെ കൃത്യവും വ്യക്തവുമായ പദ്ധതികളിലൂടെയും നീക്കത്തിലൂടെയുമാണ് സർക്കാർ കൈകാര്യം ചെയ്തത്. രോഗത്തെ അറിഞ്ഞു ചികിത്സിക്കുന്ന ഡോക്ടറുടെ വൈദഗ്ധ്യത്തോടെയാണ് അത് പൂർത്തിയാക്കിയത്. നക്സലിസം പ്രത്യയശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമാണെന്നാണ് അമിത്ഷാ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളത്. നക്സലിസം ഒരിക്കലും ദാരിദ്ര്യം കൊണ്ടുണ്ടായതല്ല. നക്സലിസം മൂലമാണ് ദാരിദ്ര്യം പടർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നക്സലിസത്തിന് കാരണങ്ങളും പ്രത്യാഘാതങ്ങളും, അതായത് അതിൻ്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുള്ള സൂക്ഷ്മവും സമഗ്രവുമായ തന്ത്രമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത്. വികസനം എത്താത്ത ഗ്രാമങ്ങളിലും വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും പടിപടിയായി വികസനം എത്തിച്ചായിരുന്നു സർക്കാരിൻ്റെ ആദ്യ നടപടി. ഇടതുപക്ഷ തീവ്രവാദത്തിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന ജില്ലകളിൽ നിർണായകമായ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത്. റോഡും വൈദ്യുതിയും ടെലിഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഗ്രാമങ്ങളിലേക്ക് എത്തി. ബസ് യാത്ര പോലും നടത്താൻ കഴിയാതിരുന്ന ഗ്രാമങ്ങളിൽ ജനം ആഘോഷപൂർവ്വം ബസ് യാത്രകൾക്ക് തുടക്കമിട്ടു. ഇതോടെ ഗ്രാമങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തുക എന്ന നക്സലിസ്റ്റുകളുടെ തന്ത്രം പരാജയപ്പെടാൻ തുടങ്ങി. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ സംവിധാനം ഉണ്ട് എന്ന വിശ്വാസം ഗ്രാമീണരുടെ മനസ്സിൽ ഉറച്ചു. അതവർക്ക് നക്സലിസത്തെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ മാനസിക മോചനത്തിന് വഴിയൊരുക്കി. സമാന്തര നക്സൽ ഭരണകൂടത്തെ മറികടന്ന് വിവിധ ക്ഷേമ പദ്ധതികൾ സർക്കാർ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇതോടെ നക്സലിസത്തിൽ ആകൃഷ്ടരാകാൻ സാധ്യത ഉണ്ടായിരുന്ന യുവാക്കളെല്ലാം അതിൽ നിന്ന് മാറി ചിന്തിക്കുകയും ചെയ്തു. പുതിയ സ്കൂളുകൾ, റേഷൻ കടകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിച്ചു. ഇടതുപക്ഷ തീവ്രവാദ മേഖലകളിൽ മാത്രം 17,589 കിലോമീറ്റർ റോഡാണ് അനുവദിച്ചത്. ഇതിൽ 12,000 കിലോമീറ്റർ പൂർത്തിയായി. ഏകദേശം 5,000 മൊബൈൽ ടവറുകൾ, 1,804 ബാങ്ക് ശാഖകൾ, 1,321 ATMകൾ, 6,025 പോസ്റ്റ് ഓഫീസുകൾ എന്നിവ സ്ഥാപിക്കപ്പെട്ടു. ഒരു കാലത്ത് നക്സലിസ്റ്റുകൾ സ്കൂളുകളും ബാങ്കുകളും ആരോഗ്യ കേന്ദ്രങ്ങളും കത്തിച്ച ഗ്രാമങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നത്. നക്സൽ ബാധിത പ്രദേശങ്ങളിലെ സൈന്യത്തിന്റെയും പോലീസിന്റെയും കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകി. അത്യാധുനിക ആയുധങ്ങൾ, മികച്ച ആശയവിനിമയ ഉപാധികൾ, ആവശ്യത്തിന് വാഹനങ്ങൾ എന്നിവയും പ്രത്യേക പരിശീലനം നൽകി. മുമ്പ് എത്തിപ്പെടാതിരുന്ന സ്ഥലങ്ങളിൽ പോലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. ഇത് നക്സലിസത്തെ സുരക്ഷിത മേഖലകളിൽ ചുരുക്കാനും നീക്കങ്ങൾ തടസ്സപ്പെടുത്താനും അവരെ ഒതുക്കിക്കൂട്ടാനും സഹായിച്ചു. നക്സലേറ്റുകളുടെ പണപ്പിരിവ് ശൃംഖലകളെയും മറ്റ് അനധികൃത വരുമാന മാർഗങ്ങളെയും സർക്കാർ പടിപടിയായി തകർത്തു. ആയുധം വെച്ച് കീഴടങ്ങിയ നക്സലിസ്റ്റുകൾക്ക് പ്രത്യേക പുനരധിവാസ പാക്കേജുകൾ സർക്കാർ നൽകി. കീഴടങ്ങാൻ തയ്യാറാകാത്തവർക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോയി. ആർമിയോട് കീഴടങ്ങാൻ തയ്യാറാകാതെ നിൽക്കുന്ന നക്സലിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ ഇട്ടു. മഴക്കാലത്തും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് അമിത്ഷാ താക്കീത് നൽകിയത് ഇതിന്റെ ഭാഗമായാണ്. ആയുധം വെച്ച് കീഴടങ്ങുന്നവരെ പുനരധിവസിപ്പിക്കുമെന്നും അല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുമെന്നും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു.